ഗോപാല, എടാ ഗോപാല. എന്തോ? ഞാൻ ശരിക്കും പേടിച്ചു. ഇത് എവിടെ ആയിരുന്നു? സ്വർഗരാജ്യത്ത്. ഏത് നിറയത്തിലായാലും ഒന്ന് പറഞ്ഞിട്ട് നോക്കൂടെ? എന്നിട്ട് വേണം നിനക്കൊരു കട്ടുറുമ്പായിട്ട് വരാൻ. എടാ ഗോപാല, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും. ആരായിരുന്നു കക്ഷി? നമ്മുടെ രേവതി. സംഭവം ഒന്ന് തെളിച്ചു പറയേ. തെളിച്ചു പറയാനൊന്നുമില്ല, സംഭവിക്കാനുള്ളത് എല്ലാം സംഭവിച്ചു. എല്ലാം എല്ലാം ആണോരെ? ഇല്ല, ചെവിയിൽ വെച്ചിട്ടില്ല. പറഞ്ഞോളൂ. കേൾക്കാൻ പാടില്ലാത്തൊന്നും നാട്ടുകാർ കേൾക്കണില്ല. നല്ല ക്ഷീണമുണ്ട്, ചൂടുവെള്ളം വേണം, വിസ്തരിച്ചൊന്ന് കുളിക്കണം. ഇന്നിനി ഒരു പരിപാടിയും ഇല്ല. നല്ല ഭക്ഷണവും കഴിച്ച് ഒരു ലാർജ് പഠിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാ. വേണ്ടല്ലേ? അപ്പോഴേ ഉറങ്ങണോ വേണ്ടെന്ന് പിന്നെ തീരുമാനിക്കാം. ഒരു കത്തുണ്ട്, അമ്മയുടെ ആണെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ട കുട്ടന്, നിന്നെ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു. സ്നേഹപൂർവ്വം അമ്മ. അറസ്റ്റ് വാറന്റാണോ? ജാമ്യമില്ല വാറണ്ടാണ്. പെട്ടിയെടുത്ത് വയ്ക്ക്, നാട്ടിലേക്ക് ഉടനെ പോകണം. ആരാ ആരാ? എന്നെ മനസ്സിലായില്ലേ? നല്ല പിടി കിട്ടിയില്ല. ഞാനിവിടെ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. രാഗിണി, അപ്പോഴൊക്കെ നാണുനാരി എനിക്ക് ചോറ് വിളമ്പി തന്നിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായി. ഇവിടെ വരുമ്പോഴൊക്കെ മുല്ലപ്പൂ ചൂടാറുണ്ടല്ലേ? അയ്യോ, കണ്ടപ്പോ മനസ്സിലാവാത്തതിൽ വിഷമമൊന്നും തോന്നണ്ട. ആവശ്യമില്ലാത്തതൊന്നും നാട്ടുകാര് കാണാനും കേൾക്കാനും മെനക്കെടാറില്ല. ഇനിയിപ്പോ 2-3 ദിവസത്തേക്ക് സുഖ. എന്തും കാണാം, എന്തും കേൾക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാ. അപ്പോ ഈ പകൽ വെളിച്ചത്തിൽ ഇങ്ങോട്ട് പോകുന്നത് എന്താണാവോ? വിഷ്ണുവിനെ എനിക്കൊന്ന് അത്യാവശ്യമായി കാണണം. അയ്യോ, ഇന്നലെ വരായിരുന്നില്ലേ? മൂപ്പര് നാട്ടിലേക്ക് പോയി. അമ്മയുടെ കത്തുണ്ടായിരുന്നു. അമ്മ വലിയ പേടിയാ. എനിക്ക് ട്രാൻസ്ഫർ നാട്ടിലേക്ക്. മറ്റന്നാൾ അവിടെ ജോയിൻ ചെയ്യണം. അതിനുമുമ്പ് എനിക്ക് വിഷ്ണുവിനെ ഒന്ന് കണ്ടേ പറ്റൂ. ഇനി ഒരു 3-4 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ മതി. വീട്ടിൽ പോകുമ്പോ എന്നോട് പറയാമെന്ന് പറഞ്ഞിരുന്നു. എന്റെ ഒരു ഫോട്ടോ വേണം, അമ്മയെ കാണിക്കണം, അനുവാദം ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്റെ കുട്ടി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാ ഇതെന്റെ ചെവിന്ന് എടുപ്പിക്കണേ? ഗാന്ധാരിക്ക് വരം കിട്ടിയ പോലെയാ. 3-4 ദിവസത്തേക്ക് എന്തും കാണാം, എന്തും കേൾക്കാം. അത് നശിപ്പിക്കല്ലേ?